എല്ലാവർക്കും നമസ്കാരം. ഹല ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ്. നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് 1 കിലോ അരിയുടെ ചിക്കൻ ബിരിയാണിയാണ്. ഇതൊരു 6 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കനാണ് ഇതുള്ളത്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ബിരിയാണിക്ക് എപ്പോഴും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കണം. നേരിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയാണ്. ഒരു 6 ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കിലോൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു 1/2 കിലോ ഉള്ളിയുണ്ട്. മീഡിയം സൈസിലുള്ള 6 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ 3 തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടിയും ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് മൂടി വെക്കണം. തക്കാളി ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഞാൻ 1 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 വലിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചതച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചതച്ചെടുത്തിട്ടുള്ള പച്ചമുളകാണ്. ഞാനിവിടെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 10 എണ്ണം തന്നെ എടുക്കണം. കാരണം ഇതിൽ വേറെ എരിവൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഉണ്ടാവാൻ. അപ്പോൾ 10 പച്ചമുളക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കന് 10 പച്ചമുളക് എന്തായാലും വേണം. പിന്നെ വേണ്ടത് 1 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് മൂടി വെക്കണം. ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ തന്നെ ഗരം മസാല, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തൈരും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയിലേക്ക് ഈ ചിക്കൻ എല്ലായിടത്തും പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട്. നേരിയ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കൈമ ഗോൾഡ് എന്ന് പറഞ്ഞ റൈസാണിത്. ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അരി. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജീരകശാല അരിയാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നേരിയതായി അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിവിടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ കാഷ്യൂ നട്ടും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ആ എണ്ണയിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 കഷ്ണം പട്ടയും 2 ഗ്രാമ്പും 2 പീസ് ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു അരിക്ക് അത് കറക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ അളവ് കറക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ 1.5 പാത്രം വെള്ളം വേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ച് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെള്ളം വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കണം.
ഇപ്പോൾ ചോറിൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയും ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലാക്കി ഇത് വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതൊരു ഹാഫ് കുക്കായിട്ടേ ഉള്ളൂ. ഇനി നന്നായിട്ടത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇനി നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള മസാല തുറന്ന് നോക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നിന്നും ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. ദമ്മിടുന്ന സമയത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കളർ യൂസ് ചെയ്യലില്ല. മസാലയുടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കൽ. അപ്പോൾ അത് ഞാനിവിടെ എടുത്തു വെക്കുന്നുണ്ട്. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മസാലയുടെ മുകളിൽ നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചോറ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എടുത്ത് വെച്ചിട്ടുള്ള മസാലയുടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കണം. അങ്ങനെ ചോറ് തീരുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കണം. ചോറ് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. ഒട്ടും ആവി പുറത്ത് പോകാത്ത രീതിയിൽ മൂടി വെച്ച് വേണം ഇത് വെക്കാനായിട്ട്. നമുക്കിനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. 15 മിനിറ്റായി ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മല്ലിയിലൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലത്തെ ആ ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ചോറ് മുഴുവനും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. മസാല വേറെയും ചോറ് വേറെയായിട്ട് വേർതിരിച്ചെടുക്കണം. ഇതുപോലെ ഉണ്ടാവും. ചോറെല്ലാം മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഉണ്ടാവും. ഇനി ഈ ഒരു മസാല നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചോറ് ഒന്നും കൂടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലൊരു ബിരിയാണിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. തലശ്ശേരി ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കാതെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.